ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ്. കുരിശ് ലോകത്തിന് നൽകപ്പെട്ട ഒരു അടയാളമാണ്. അടയാളങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു, നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെയും സന്ദേശത്തെയും അടയാളപ്പെടുത്തുന്നു കുരിശ്. കുരിശ് ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. മഹത്കരമായ ക്ഷമ 2 തരത്തിൽ ഉണ്ടെന്നാണ് ക്രിസ്തുവിൻ്റെ കുരിശിൽ നോക്കി വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത്. 1. ഒരുവൻ ക്ഷമാപൂർവം എല്ലാം സഹിക്കുന്നു. 2. ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നിട്ട് പോലും ക്ഷമാപൂർവം എല്ലാം സഹിക്കുക. ഇതിൽ ശത്രുവിനോട് പോലും പരിഭവം പറയാത്ത ക്രിസ്തുവിന് ഒരിക്കലും കുരിശ് ഒഴിവാക്കാൻ പറ്റാത്ത അനിവാര്യത അല്ലായിരുന്നു. പക്ഷേ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ത്യാഗപൂർവമായ ക്ഷമയിലൂടെ അവൻ കുരിശിൽ പ്രാണൻ വെടിഞ്ഞത്. അതിൽ അവൻ പൂർണ്ണ തൃപ്തനായിരുന്നു. പരാതികളും പരിഭവങ്ങളും ഇല്ലായിരുന്നു. കുരിശ് സ്നേഹത്തിന്റെ പാഠശാലയാണെന്ന് പറഞ്ഞത് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ട പാഠശാല തന്നെയാണ് കാൽവരിയിലെ കുരിശ്. അതുകൊണ്ടാണ് കുരിശിനെ ക്രിസ്തുവിൻ്റെ അവസാന വചനപീഠമായി ബിഷപ്പ് ഫുൾട്ടൻ ദേഷ്യൻ വാഴ്ത്തിയത്. വെറും 3 വർഷം മാത്രം നീണ്ടുനിന്ന തൻ്റെ പ്രബോധനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു കാൽവരിയിലെ സ്വന്തം രക്തം കുടിച്ചു കുതിർത്ത ആ മരക്കുരിശ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ കുരിശിനെ ക്രിസ്തു ബലിയർപ്പിച്ച അൾത്താര എന്നാണ് പറയുന്നത്. സ്വന്തം ശരീരം പകുത്ത് രക്തത്തിൽ മുക്കി മാനവരാശിക്ക് ഭക്ഷിക്കാൻ കൊടുത്ത അൾത്താര. ആ അൾത്താരയാകുന്ന കുരിശിലാണ് ക്രിസ്തു വിശുദ്ധ കുർബാനയായി പിറന്നത്. അങ്ങനെ ക്രിസ്തു കുരിശാകുന്ന ബലിപീഠത്തിൽ അർപ്പിതനായതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയായി തീരാൻ കഴിയട്ടെ. ആമേൻ.